കേരളത്തിലെ പല പ്രമുഖ കമ്പനികൾക്കും സോഫ്റ്റ്വെയറുകൾ നിർമ്മിച്ചു നൽകിയെന്ന അവകാശവാദം. അങ്ങനെ പരസ്യം നൽകിയാണ് പലരെയും സമീപിക്കുന്നത്. കൊച്ചിയിലെ IT കമ്പനി നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പ് പുറത്തു വന്നത് അമേരിക്കയിലെ സ്വകാര്യ കമ്പനിയുടെ പരാതിയിലാണ്. ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് എന്ന കമ്പനി 59 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പാർക്ക് പോലീസ് കേസെടുത്തു. അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് വെബ് വെർഷനിലും മൊബൈൽ വെർഷനിലും സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. 3 മാസത്തിനകം സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് 59 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സോഫ്റ്റ്വെയറിനായി 43 ലക്ഷം രൂപയും മറ്റു ചെലവുകൾക്കായി 15,99,000 രൂപയുമാണ് ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് എന്ന കമ്പനി കൈപ്പറ്റിയത്. ഐന്ദ്രിയ CEO ജ്യോതിഷ് കുമാർ, ഫിനാൻസ് ഹെഡ് അനന്ത് ദിലീപ് എന്നിവരെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 150 പേർക്ക് അല്ലെങ്കിൽ ഒരു 200 പേർക്കോളം ജോലി കിട്ടട്ടെ, ആ കുടുംബങ്ങളെ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് US ബേസിലുള്ള ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ്, മാസീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ കൊച്ചി ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള കമ്പനിക്ക് കൊടുത്തത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ചീറ്റിംഗ് കമ്പനിയാണ്. ഇത്രയും വലിയൊരു ചീറ്റിംഗ് കമ്പനിയെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ വിശ്വസിച്ചിട്ടാണ് അമേരിക്കൻ കമ്പനി ഇതിലേക്ക് ഇത്തരം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ റൺ ചെയ്ത് ഇത് ലോഞ്ച് ആയതിനു ശേഷം അല്ലെങ്കിൽ ലോഞ്ച് ആവുന്നതിനോടനുബന്ധിച്ച് ഒരു 150-200 പേർക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുമൂലം ഇല്ലാണ്ടായിപ്പോയത്. ഈ ഒരു തട്ടിപ്പ് പ്രവർത്തനം കൊണ്ട് ഇല്ലാണ്ടായത് ഒരു 10-200 കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ മാർഗം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ നഷ്ടമായി. 3 മാസത്തെ കാലാവധി പറഞ്ഞ കമ്പനി 16 മാസമായിട്ടും സോഫ്റ്റ്വെയർ നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു തട്ടിപ്പ് സ്ഥാപനമാണെന്ന് ബോധ്യപ്പെട്ടതെന്ന് പരാതിക്കാർ പറയുന്നു. കേരളത്തിലെ മുൻനിര വാർത്താ ചാനലുകളുടെ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയതായി തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ കരാർ ഏറ്റെടുത്തത്. ആ കമ്പനിയിൽ നടത്തിയ ഇൻസ്പെക്ഷനിൽ യാതൊരു വിധത്തിലുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഈ IT രംഗത്ത് വലിയ തട്ടിപ്പിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു പ്രത്യേക പേരിൽ വന്ന് വലിയ തട്ടിപ്പ് നടത്തിയതിന് ശേഷം അത് അടച്ചുപൂട്ടി വേറെ പുതിയ പേരിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് എതിരായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 100 പേർക്ക് കേരളത്തിൽ തൊഴിലവസരം നൽകുന്നതിന് വേണ്ടിയാണ് അമേരിക്കയിൽ ഇത് ഏൽപ്പിക്കാതെ കേരളത്തിലെ സോഫ്റ്റ്വെയർ കമ്പനിയെ തെരഞ്ഞെടുത്തത്. 4 ഭാഗങ്ങളിലായി വികസിപ്പിച്ച് നൽകേണ്ട സോഷ്യൽ മീഡിയ ആപ്പാണ് 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാമെന്ന് അവകാശപ്പെട്ട് ഐന്ദ്രിയ സൊല്യൂഷൻസ് കരാർ വെച്ചത്. എന്നാൽ ഇത്തരമൊരു ആപ്ലിക്കേഷൻ നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറഞ്ഞു. അതേസമയം അമേരിക്കൻ കമ്പനി നൽകിയ തുക വീട് നിർമ്മാണത്തിനും ഓഫീസ് നിർമ്മാണത്തിനുമായി വകമാറ്റിയതായാണ് വിവരം. വിശ്വാസവഞ്ചന, ചതി, പണം തട്ടൽ തുടങ്ങിയ കുറ്റങ്ങൾ ചേർത്താണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.